മലയാളി വിദ്യാർത്ഥികളുടെ അന്താരാഷ്ട്ര വിജ്ഞാനോത്സവമായ മീഡിയ വൺ ലിറ്റിൽ സ്കോളർ ആദ്യഘട്ട പരീക്ഷ ബഹ്റൈനിലും നടന്നു. നിരവധി വിദ്യാർത്ഥികൾ ബഹ്റൈനിൽ പരീക്ഷ എഴുതി. മനാമ ഇബ്നുൽ ഹൈതം സ്കൂളിൽ ഒരുക്കിയ പരീക്ഷാ കേന്ദ്രത്തിൽ രക്ഷിതാക്കളോടൊപ്പം വിദ്യാർത്ഥികൾ അതിരാവിലെ തന്നെ ആദ്യഘട്ട മത്സര പരീക്ഷയിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരുന്നു. 3 മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തു. കേരളത്തിന്റെ 14 ജില്ലകളിലും ചെന്നൈ, ഡൽഹി, ആൻഡമാൻ എന്നിവിടങ്ങളിലുമായി ഒരുക്കിയ 250 പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തിയ വിദ്യാർത്ഥികളോടൊപ്പമാണ് ബഹ്റൈനിലും ആവേശത്തോടെ പ്രവാസി വിദ്യാർത്ഥികൾ മികവിന്റെ മാറ്റുരക്കുന്ന ആദ്യഘട്ട പരീക്ഷയിൽ പങ്കെടുത്തത്. ബഹ്റൈൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ജനുവരി 12-ന് ആദ്യഘട്ട പരീക്ഷ പൂർത്തിയായിരുന്നു. പരീക്ഷാ നടത്തിപ്പിനായുള്ള പശ്ചാത്തല സംവിധാനങ്ങൾ ഒരുക്കി സംഘാടകരും നിയന്ത്രണം കുറ്റമറ്റതാക്കി ഇൻവിജിലേറ്റേഴ്സും അറിവിന്റെ മത്സര പരീക്ഷയെ മികവുറ്റതാക്കി. ഗൾഫ് വിദ്യാർത്ഥികൾക്ക് ലിറ്റിൽ സ്കോളർ പരീക്ഷ മികച്ച അവസരമായതായി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറഞ്ഞു. മീഡിയ വണ്ണും മലർവാടിയും സംഘടിപ്പിക്കുന്ന ഈ ലിറ്റിൽ സ്കോളർ എന്നുള്ള എക്സാം എൻ്റെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ തൊട്ടറിയുവാനും കേരളത്തെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കാനുള്ള ഒരു അവസരമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഗൾഫിലെ കുട്ടികൾ ഫ്ലാറ്റിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിയുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വേദി എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തെയും കേരളത്തെയും അതുപോലെ തൊട്ടറിയുവാനുള്ള ഒരു അനുഭവം, അതൊരു പ്രത്യേക അനുഭൂതിയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനത്തെ കോമ്പറ്റീറ്റീവ് എക്സാം, പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് ഇങ്ങനെ നടക്കുന്നതിൽ. പിള്ളേർക്ക് അതൊരു ഫ്യൂച്ചറും ഇങ്ങനെ കോമ്പറ്റീറ്റീവ് എക്സാമിലൊരു എക്സ്പീരിയൻസും അവർക്ക് നൽകും. പുതിയ കാലഘട്ടത്തിൽ ഇതുപോലുള്ള നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ടാലൻസും കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷകളൊക്കെ നടത്തുന്നത് വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള കാര്യമാണ്. ടീച്ചർമാരൊക്കെ നന്നായി എങ്ങനെ എക്സാം എഴുതണമെന്നൊക്കെ നന്നായി പറഞ്ഞു തന്നു. എക്സാം എളുപ്പമായിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു, കൊള്ളായിരുന്നു. മീഡിയ വൺ മലർവാടി സംഘടിപ്പിച്ച ഈ ലിറ്റിൽ സ്കോളർ എക്സാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കേരളത്തിനൊക്കെ പറ്റി നന്നായിട്ടൊക്കെ ഇൻഫോ ഒക്കെ കിട്ടിയായിരുന്നു. കേട്ട് പേഴ്സണലി നല്ല എക്സാം തന്നെയായിരുന്നു. നല്ല വിജ്ഞാനപ്രദമായ എക്സാം ആയിരുന്നു. പുതിയ ഇൻഫർമേഷനൊക്കെ പഠിക്കാൻ കിട്ടി. നല്ല എക്സാം ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം എഴുതാൻ പറ്റി, അറിയുന്നൊക്കെ എഴുതാൻ പറ്റി. 40 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് പരീക്ഷയിലെ അന്തിമ വിജയികളെ കാത്തിരിക്കുന്നത്. ടീം ഇന്ത്യ ബഹ്റൈൻ രക്ഷാധികാരി MM സുബൈർ, പരീക്ഷാ കൺവീനർ നൂറ ഷൌക്കത്ത് അലി, AM ഷാനവാസ്, കർമ്മസമിതി അംഗങ്ങളായ ഫാറൂഖ് VP, സജീബ്, സൽമ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലർവാടി ടീം ഇന്ത്യ കൂട്ടായ്മകളുമായി സഹകരിച്ചാണ് ലിറ്റിൽ സ്കോളർ മത്സരം സംഘടിപ്പിക്കുന്നത്. ഏഗൺ ലേണിംഗ് ആണ് പരിപാടിയുടെ ടൈറ്റിൽ സ്പോൺസർ. സിറാജ് പള്ളിക്കര, മീഡിയ വൺ, ബഹ്റൈൻ.